ഈ സായാഹ്നത്തില് ഈ പ്രദേശത്ത് ആയിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പ്രകാരം ചെയ്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം തിരുവചനത്തില് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് ഒരു കൽപ്പനയാണത്. ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കും. മനുഷ്യരോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും ഇതും പ്രവേശിക്കുവാനായിട്ടാണ് യേശു ശിഷ്യന്മാരെ ഭാരമേൽപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളായിരിക്കുന്നിടത്ത് വന്ന് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. യേശു പ്രകാരം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തില് ആരും പറയാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ആശ്വാസം നൽകുവാനായിട്ട് ഈ ഭൂമിയിൽ മറ്റാർക്കും സാധ്യമല്ല. മനുഷ്യൻ ഒരുപക്ഷെ ഒരു സൽക്കാലത്തേക്ക് ഒരു സമാധാനമൊക്കെ നൽകുവാനായിട്ട് സാധിക്കും. എന്നാല് ദൈവം തരുന്ന സമാധാനം ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല ദൈവം തരുന്നത്. ആ സമാധാനം ആരും നിങ്ങൾ എടുത്തു കളയുകയില്ല. കാരണം ആ സമാധാനം പുറമേ നിന്ന് വരുന്നതല്ല, ആ സമാധാനം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ആ സമാധാനം എടുത്തു കളയാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മള് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തില് കഷ്ടത അനുഭവിക്കുമ്പോൾ അവരെ ക്രൂരമായിട്ട് മേൽനോട്ടക്കാര് പീഡിപ്പിക്കുമ്പോൾ ആ ജനം ദൈവത്തിലേക്ക് തങ്ങളുടെ ഹൃദയമുയർത്തി ദൈവത്തെ വിളിച്ചു. ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവമായ കർത്താവ് ഇതാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മോശെ വിളിച്ചിട്ട് മോശയോട് പറയുകയാണ്, എന്റെ ജനമായ ഇസ്രായേൽ ജനം, എന്റെ ജനമായ ഇസ്രായേൽ ജനം അടിമത്തത്തില് കഷ്ടത അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഈജിപ്തിലേക്ക് അയക്കുകയാണ്, എന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ മോശ പറയുന്നുണ്ട്, ഞാനൊരു വിക്കനാണ്, എനിക്ക് ശരിക്കും സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ എങ്ങനെയാണ് ആ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരിക? പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും.
പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ ഇതാ കാനാൻ ദേശത്തേക്ക് നയിക്കുകയാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്രയില് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കാൽനടയായ ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ജനം, ആ ജനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മോശയാണ്. പ്രിയപ്പെട്ടവരെ, അവര് നടന്ന് ഇതാ ചെങ്കടലിന്റെ സമീപത്തെത്തി. ചെങ്കടലിന്റെ സമീപത്തെത്തിയപ്പോൾ മുന്നോട്ട് പോകുവാൻ അവർക്ക് കഴിയുന്നില്ല. അവര് പിറകോട്ട് നോക്കിയപ്പോൾ ഇതാ ഈജിപ്തിന്റെ ശത്രു സൈന്യം ഇതാ ഇവരെ പിന്തുടർന്ന് ഇവരെ നശിപ്പിക്കുവാനായിട്ട് ഇതാ കുതിരകളും പടയാളികളുമായി അവരുടെ പിറകെ ഇതാ അതിവേഗത്തിൽ വരികയാണ്. അപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ ഞങ്ങളെ ഈ കടലില് അല്ലെങ്കിൽ മരുഭൂമിയില് ഇട്ട് കൊല്ലുവാനായിട്ട് കൊണ്ടുവന്നതാണോ? അപ്പൊ മോശ കർത്താവിന്റെ അടുക്കിലേക്ക് കർത്താവിനെ വിളിച്ചു. അപ്പൊ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ഇതാ ചെങ്കടലിന് നേരെ നീ നീട്ടുക. പ്രിയപ്പെട്ടവരെ, മോശ തന്റെ കരങ്ങള് ഇതാ ചെങ്കടലിന് നേരെ നീട്ടിയപ്പോൾ ദൈവമായ കർത്താവ് ഒരു കിഴക്കൻ കാറ്റിനെ, അതിശക്തമായ ഒരു കിഴക്കൻ കാറ്റിനെ കടലിലേക്ക് അയച്ചുകൊണ്ട് കടൽ വെള്ളത്തെ രണ്ടായി വിഭജിച്ചു. ഒരു രാത്രി മുഴുവൻ കടൽ വെള്ളത്തെ പിറകോട്ട് പിടിച്ചു വലിച്ച് ഇസ്രായേൽ ജനത്തിന് ഉണങ്ങി വരണ്ട നിരത്തിലൂടെ നടന്നു പോകുവാൻ തക്ക വിധത്തില് കടലിന്റെ നടുവിലൂടെ പാതയൊരുക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അടിമത്തം അനുഭവിക്കുന്ന ധാരാളം മക്കളുണ്ട്. ധാരാളം മക്കളെ പല വിധത്തിൽ അടിമത്തമാണ് അനുഭവിക്കുന്നത്. രോഗത്തിന്റെ അടിമത്തം, ദുശ്ശീലത്തിന്റെ അടിമത്തം, മദ്യപാനത്തിന് അടിമത്തം, ഇങ്ങനെ അടിമത്തം അനുഭവിക്കുന്ന ജനമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് മനുഷ്യർക്ക് സാധ്യമല്ല. അടിമത്തം മോചിപ്പിക്കുവാനായിട്ട് ഇതാ യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമുള്ളൂ എന്ന് വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു പറയാണ്, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ അവസരം പ്രഖ്യാപിക്കുവാനും അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് മാത്രമേ ഒരു അടിമത്തത്തിൽ നിന്നും, ഒരു ദുശ്ശീലത്തിൽ നിന്നും, ഒരു സങ്കടത്തിൽ നിന്നും, ഒരു തകർച്ചയിൽ നിന്ന് പോലും കരകയറ്റാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരുവന് മാത്രമേ സാധ്യമുള്ളൂ. മനുഷ്യർക്ക് നമ്മെ സഹായിക്കുവാനായിട്ട് പരിധികളുണ്ട്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല, പരിധികളില്ല. പരിധികളില്ലാത്ത സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഏതവസ്ഥയിലേക്ക് കടന്നു വന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കഴിവുള്ളവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തില് നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കുവാനൊന്നും ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ ഞങ്ങൾ പ്രഘോഷിക്കുന്ന ദൈവത്തിന് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, 3-ാം അധ്യായത്തില് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ച് ഇതാ ഏദൻ തോട്ടത്തിൽ അവരെ കൊണ്ടുവയ്ക്കുകയാണ്. അവർക്ക് കഴിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള മേൽത്തരം പഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങള് ഏദൻ തോട്ടത്തിൽ അവിടെ നിന്ന് മുളപ്പിച്ചു. ദൈവമായ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന എല്ലാ മരത്തിന്റെയും പഴങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ
തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ആദ്യത്തെ കുടുംബം ഇതാ ഏദൻ തോട്ടത്തില് പറുദീസായില് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് നടന്ന ആദ്യത്തെ കുടുംബത്തെ തകർക്കുവാനായിട്ട് ഇതാ സാത്താൻ ഇതാ ആ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എല്ലാം ഭക്ഷിക്കാമെന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന്. ഹല്ലേലൂയ. സത്യം പറഞ്ഞു, അത് വെറുതെ പറയുന്നത്. നിങ്ങൾ അത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം അങ്ങനെ പറഞ്ഞതാണ്. ഹല്ലേലൂയ. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് ഇതാ ഹവ്വായെ പിശാച് ചതിക്കുകയാണ്, പഴം തിന്നുവാനായിട്ട് ഇടയാക്കുകയാണ്. ഒരു മനുഷ്യനും ഒരു പിടിയിൽ നിന്ന് ഒരു തെറ്റിലേക്ക്, ഒരു മദ്യപാനത്തിലേക്ക്, ഒരു ദുശീലത്തിലേക്ക് ഒരു മനുഷ്യനും വീഴുന്നില്ല. നിരന്തരമായിട്ടുള്ള പ്രേരണ, ആ പ്രേരണയിലൂടെയാണ് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ അത് തന്നെയാണ് പിശാച് എടുക്കുന്നത്. ഇതാ അവൾ പഴം പറിച്ചു തിന്നു, തന്റെ ഭർത്താവിനും കൊടുത്തു. അങ്ങനെ ഇരുവരും ഭക്ഷണം കഴിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആകപ്പാടെ ഭയമായി. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. അവർ ഭയത്തിനടിമയായി. അവർ നഗ്നരാണെന്ന് കണ്ടുകൊണ്ട് അവർ ഇലകളെ തുന്നി കുപ്പായം ഉണ്ടാക്കി, ഇടയാടയുണ്ടാക്കി അവർ ഒരു മരത്തിന്റെ പിന്നിൽ പോയി ഒളിച്ചിരിക്കുക. ദൈവമായ കർത്താവ് എല്ലാ സായാഹ്നത്തിലെ തോട്ടത്തില് നടക്കാനായിട്ട് വരുമായി വന്നപ്പോൾ ആദവും ഹവ്വായും ഓടിച്ചെന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് നടന്നുകൊണ്ടിരുന്ന അവരെ കാണുന്നില്ല. അപ്പൊ ദൈവം വിളിക്കുകയാണ്, ആദം നീ എവിടെയാണ്? ആദം നീ എവിടെയാണ്? കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങുന്ന ദൈവം, കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങുന്ന ദൈവം. ആദം വിളി കേട്ടു, ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഈ മരത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. ആരാ പറഞ്ഞേ നിങ്ങൾ നഗ്നരാണെന്ന്? ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നിങ്ങൾ ഭക്ഷിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന അവൾ എന്നെ വഞ്ചിച്ചു. നീ എനിക്ക് കൂട്ടിന് തന്ന അവൾ എന്നെ വഞ്ചിച്ചു. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, ആ സർപ്പം എന്നെ വഞ്ചിച്ചു എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെ മുൻപില് തന്റെ ജീവിത പങ്കാളിയെ ദൈവം കൊണ്ട് നിർത്തുമ്പോൾ അവൻ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, എന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവും എന്ന് അവളെ നോക്കി വിളിച്ച അതും തന്നെ അതേ നാവ് കൊണ്ട് പറയുകയാണ്, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നീ എനിക്ക് തന്ന ഇവൾ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. ഇതുപോലെ പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളെ പോകുകയാണ്. തെറ്റുകളെ സമ്മതിക്കുവാനായിട്ടോ ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുവാനായിട്ടോ സാധിക്കാതെ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് ഇതാ മനുഷ്യൻ ഇന്നും ജീവിക്കും. എന്നാൽ ദൈവമായ കർത്താവ്, സ്നേഹനിധിയായ പിതാവ് ആദത്തെയും ഹവ്വായെയും ഉടയാടയുണ്ടാക്കി, തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചതിനു ശേഷം അവരെ ആ പറുദീസായിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇത്രയും സ്നേഹിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് ആദത്തെയും ഹവ്വായെയും ആ ഏദൻ തോട്ടത്തിൽ നിന്ന്, ആ പറുദീസയിൽ നിന്ന് എന്തിനാണ് പുറത്താക്കിയത്? ഇനി അവരോട് തുടർന്നാല് ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അവർ പഴം പറിച്ചു തിന്നാല് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തില് അവര് വലിയ പിശാചായിട്ട് മാറും. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് സ്നേഹനിധിയായ ആ ദൈവം ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിന്റെ പുറത്തേക്ക് ആക്കിയിട്ട് അവിടെ അടയ്ക്കുക, എന്നേക്കുമായി അവിടെ ആ കവാടം അടച്ചു. ഹല്ലേലൂയ. എന്നാൽ സ്നേഹനിധിയായ പിതാവ് തന്റെ പ്രിയപ്പെട്ട മക്കളെ രക്ഷിക്കുവാനായിട്ട് ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. യേശു എവിടെയാണ് വന്ന് ജനിച്ചത്? കൊട്ടാരങ്ങളിലല്ല. യേശു വന്ന് ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്, കന്നാലിയുടെ തൊഴുത്തിലാണ് യേശു വന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു ജനിച്ചത്. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യന്റെ സകല പാപങ്ങളും സകല അതിക്രമങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഗാഗുൽത്തായിലെ കുരിശിലേക്ക് നടന്നു നീങ്ങി. എന്തിനു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി ഒരു പകരക്കാരനായിക്കൊണ്ട്. നമുക്ക് കിട്ടേണ്ട മരണശിക്ഷയാണ് യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഗാഗുൽത്തായിലെ കുരിശിലേക്ക് നടന്നു കയറിയത്. പ്രിയപ്പെട്ടവരെ, ആ യേശു നമുക്ക് വേണ്ടി കാൽവരി കുരിശില് 3 നാളുകളില് ഇതാ പിടഞ്ഞ് അവസാനത്തുള്ള രക്തവും കൊടുത്തുകൊണ്ട് മനുഷ്യവംശത്തെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാർക്കും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് മറ്റാർക്കും സാധ്യമല്ല. ദൈവത്തിനല്ലാതെ മനുഷ്യർക്ക് സാധ്യമല്ല. കാരണം കായിക ബലം കൊണ്ട് ഇതിനെ ജയിക്കുവാനായിട്ട് സാധ്യമല്ല. കായിക ബലം കൊണ്ട് ഈ തിന്മയെ തോൽപ്പിക്കുവാനോ അതിന്റെ മേൽ വിജയം വരിക്കുവാനോ മനുഷ്യൻ സാധിക്കുകയില്ല. നമുക്കറിയാം, ഒരു ദുശീലത്തിന് പെട്ടുകഴിഞ്ഞാല് ആ ദുശീലത്തിന് പിന്മാറണമെന്ന് ആ മനുഷ്യന് ആഗ്രഹമുണ്ട്. പക്ഷേ അവന് സാധിക്കുന്നില്ല. കാരണം അവനെ അടിമയാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാറ്റിന്റെ മേൽ ആധിപത്യം കൊടുത്തുകൊണ്ടാണ്. ഒന്നിന്റെ അടിമയായിരിക്കുവാനല്ല, എല്ലാറ്റിന്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തതോടെ മനുഷ്യൻ അടിമത്തത്തിലായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ചിന്തപ്പെട്ട പരിശുദ്ധ രക്തം, ഈ രക്തമാണ് ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ ചിന്തപ്പെട്ട രക്തം. നീതിമാനായ പുത്രനായ യേശുവിന്റെ രക്തം. ഈ രക്തം കൊടുത്തുകൊണ്ടാണ് അടിമത്തത്തിൽ കഴിഞ്ഞ ജനത്തെ അവിടുന്ന് വീണ്ടെടുത്തത്. എന്നേക്കുമായി അടയ്ക്കപ്പെട്ട സ്വർഗം യേശുക്രിസ്തുവിലൂടെ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നോട് അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരികയില്ല. ഏക വഴിയായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ആ സ്വർഗരാജ്യത്തിലേക്ക്, ആ തുറക്കപ്പെട്ട ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഏക വഴി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയുവാനുള്ളത്, യേശുക്രിസ്തുവിനെ ആരെല്ലാം സ്വന്തമാക്കുന്നവോ, ആരെല്ലാം അവനെ രക്ഷകനും നാഥനുമായി തന്റെ ഹൃദയത്തില് സ്വീകരിച്ചേറ്റ് പറയുന്നവോ, അവന് മാത്രമേ ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമുള്ളൂ. അല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കാരണം ഏക വഴിയാണ് യേശുക്രിസ്തു. ആ വഴിയിലൂടെ അല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ മറ്റു വഴികളൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി ആദ്യം പ്രഘോഷിച്ച സഹോദരൻ പറഞ്ഞു, മതം മാറിയത് കൊണ്ട് ഒരുവനും രക്ഷപ്പെടണമെന്നില്ല. മതം മനുഷ്യരുണ്ടാക്കിയതാണ്. ദൈവം ഒരു മനുഷ്യനെ ഒരു മതവും ഉണ്ടാക്കിയിട്ടില്ല. ഹല്ലേലൂയ.
ഒരു മാതൃകം സൃഷ്ടിക്കാനല്ല യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. സകല മനുഷ്യരെയും, ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ ഇറങ്ങി വന്നവനാണ്. ആ യേശു ക്രിസ്തുവിനെ നീ നിന്റെ ഹൃദയത്തില് രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റു പറഞ്ഞാൽ, അപ്പോസ്തലപ്രവൃത്തി 16:31 പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും, നീ മാത്രമല്ല നിന്റെ കുടുംബവും അതിലൂടെ രക്ഷ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം വെച്ചു നീട്ടുന്ന സുഖങ്ങളുണ്ടല്ലോ, അത് നമ്മളെ നിത്യമായ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഈ ലോകത്തിൽ തരുന്ന സുഖഭോഗങ്ങള് നമ്മളെ നിത്യമായ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. തൽക്കാലത്തേക്ക് സന്തോഷിക്കാൻ പറ്റും, മദ്യം കഴിക്കുമ്പോൾ കുറച്ചു സമയത്തേക്ക് സന്തോഷിക്കാൻ പറ്റും, എന്നാല് പിന്നീട് ഓർക്കും വേണ്ടായിരുന്നു, കഴിക്കണ്ടായിരുന്നു എന്നോർക്കും. പക്ഷെ അവന് അടിമത്തത്തിലാണ്. എന്നാല് ഈ അടിമച്ചങ്ങളെ കഴിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. കാരണം ഞാനും മദ്യപിച്ച് പുകവലിച്ച് നടന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിലുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുൻപ് വരെ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിച്ചേറ്റു പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ആ പാപത്തിന്റെ വഴികളോട് വിട പറഞ്ഞ് ഇതാ കർത്താവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോൾ എന്തുമാത്രം സമാധാനങ്ങളാണ്, സന്തോഷങ്ങളാണ് അനുഭവിക്കാനായിട്ട് എനിക്കും എന്റെ കുടുംബത്തിനും സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാനൊരു കൃഷിക്കാരനാണ്, കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ മാത്രമല്ല നിന്റെ കുടുംബവും, നീ ആയിരിക്കുന്ന ഇടങ്ങളും, നീ ആയിരിക്കുന്ന പ്രദേശവും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങള് സുവിശേഷത്തിന്റെ വെളിച്ചത്തില് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾ ഒരിക്കലും, നമ്മൾ ഒരു പാപം ചെയ്താലും ഒരു തെറ്റ് ചെയ്താലും ഒരിക്കലും നമ്മളെ വെറുക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്താല് അവരെ നമ്മൾ ശിക്ഷിച്ച് അവരെന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് ഇറക്കിയിടുമോ? ഇല്ല. നമ്മളെക്കാളും സ്നേഹനിധിയായ ഒരു ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ അധ്യായത്തില് 2-ാം വചനത്തിൽ പറയുന്നു, ആകാശമേ ശ്രദ്ധിക്കുക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി. കാളതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ തൊഴുത്തറിയുന്നു. എന്റെ ജനം, എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയാണ് താൻ സൃഷ്ടിച്ച് വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ മക്കള് തന്നെ തിരിച്ചറിയാതെ, തന്നെ മനസ്സിലാക്കാതെ ലോകമോഹങ്ങളിലൂടെ, ലോകവഴിയിലൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയാണ് പ്രവാചകനായ യെശയ്യായിലൂടെ നമ്മൾ കേൾക്കുന്നത്. കാരണം നമ്മൾ വളർത്തുന്ന മൃഗം പോലും നമ്മൾ അകലേക്കൂടെ കടന്നു പോകുമ്പോൾ അതിന് തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ട്. ഹല്ലേലൂയ. ബുദ്ധിയില്ലാത്ത കഴുത പോലും അതിനെ തീറ്റ കൊടുക്കുന്ന സ്ഥലം അറിയുന്നു. എന്നാൽ ബുദ്ധിയും ബോധവും ഉള്ള മനുഷ്യന് ആ ദൈവത്തെ, തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തന്റെ പിതാവിനെ അറിയാൻ വയ്യാത്ത വിധത്തില് ഇതാ മനുഷ്യൻ മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഈ ലോകത്തിൻ്റെതായ അടിമത്ത ചങ്ങലയിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാനായിട്ട് അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഇത്രയും സമയം പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലൂടെ അപ്പോസ്തലന്മാർ ഏൽപ്പിച്ച, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക,
യേശുവിന്റെ കൽപ്പനയാണ്. ചില മനുഷ്യർക്ക് തോന്നുക ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന്. പണിയില്ലാത്തത് കൊണ്ടല്ല, ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ കുറ്റം നമുക്ക്. അപ്പൊ പറയണം. അതിനുവേണ്ടിയാണ് ഇവിടെ വന്ന് ഒത്തിരി സ്ഥലങ്ങളിലൂടെ പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിലൂടെ കൂടെ പ്രിയപ്പെട്ടവരെ, കാരണം ഞാൻ അറിഞ്ഞ എന്റെ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടം. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും മരണത്തെ സ്വീകരിക്കാനും രക്ഷണ മാർഗത്തിലേക്ക് കടന്നു വരുവാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് മേൽ ദൈവം ഒരിക്കലും ഇടപെടുകയില്ല. ഇഷ്ടം മനുഷ്യന്റെ ഇഷ്ടമാണ്. ഏത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന സകല മനുഷ്യരിലേക്കും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഓരോ ഹൃദയത്തെയും ആ വചനത്തിന്റെ ശക്തി അഭിഷേകമായി ഓരോ ഹൃദയവും നിറയട്ടെ. ക്രിസ്തുവേ ഹല്ലേലൂയ.